മെൻസ്ട്രൽ സൈക്കിൾ OBG നഴ്സിംഗ്, അതായത് മെറ്റേണിറ്റി നഴ്സിംഗിൽ കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ പഠിച്ചാൽ, അതിൻ്റെ ഫിസിയോളജി നമുക്ക് നന്നായിട്ടൊന്ന് പഠിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നതുമാണ്. അപ്പോൾ നമുക്കിന്ന് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫിസിയോളജി എന്താണെന്ന് കാണാം. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്രസിൽ നിന്നോ ഓവറിൽ നിന്നൊന്നുമല്ല, അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതാലമസിൽ നിന്നാണ്. ഹൈപ്പോതാലമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓവറി, യൂട്രസ്. ഇത് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടാണ്. എങ്ങനെയാണ്? ഹോർമോൺസ് വഴി. ഹോർമോൺസ് മീൻസ് എന്താണ്? ഇറ്റ്സ് എ കെമിക്കൽ സബ്സ്റ്റൻസ്. ഇതൊരു മെസ്സഞ്ചർ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് ഒരു സിസ്റ്റത്തിൽ നിന്ന്, അല്ലെ ഓരോ ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് മെസ്സഞ്ചർ കൊണ്ടുപോകുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ്. അപ്പോൾ ബോഡി കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് ഈ ഹോർമോൺസ് വഴിയാണ്. അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിലുള്ള ഹോർമോൺസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. മെൻസ്ട്രൽ സൈക്കിൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഹൈപ്പോതാലമസ് ആണ്. ഹൈപ്പോതാലമസ്, പിറ്റ്യൂട്ടറി, ഓവറി, യൂട്രസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം ഹൈപ്പോതാലമസ് എന്ത് ചെയ്യും? ഗൊണാഡോട്രോപ്പിനെ റിലീസ് ചെയ്യും. ഗൊണാഡോട്രോപ്പിനെ റിലീസ് ചെയ്യുന്നത് എന്തിനാണ്? ടു സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടിനൻസിങ് ഹോർമോൺ. ഈ രണ്ട് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഗൊണാഡോട്രോപ്പിംഗ് റിലീസിങ് ഹോർമോൺ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഈ ഗൊണാഡോട്രോപ്പിംഗ് റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറി മീൻസ് സ്റ്റിമുലേറ്റ് ചെയ്തു. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൻസിങ് ഹോർമോണും മീൻസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇത് ഒവേറിയൻ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യും. ഓവറി നടക്കേണ്ട കാര്യങ്ങൾ, ഫോളിക്കിൾസ് മച്ചറാകുക, അതൊക്കെയാണ് ഓവറി നടക്കേണ്ടത്. അതിന് വേണ്ടി റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലേറ്റ് ആയ ഫോളിക്കിൾ റിലീസ് ചെയ്യുന്നതാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഇതിൻ്റെ ഫങ്ഷനാണ് റെഗുലേറ്റ് യൂട്രൈൻ സൈക്കിൾ, ദ സെയിം ടൈം റിലീസ് ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് യൂട്ടിനൈസിങ് ഹോർമോൺ. ആൻഡ് യൂട്രസ് ഏത് ഹോർമോണിനെയാണ്? യൂട്രസ് ഒരു ഹോർമോണിനെ സെക്രേറ്റ് ചെയ്യുന്നില്ല. ഈ ഹോർമോണിൻ്റെ എല്ലാം എൻഡ് റിസൾട്ട് നമ്മൾ കാണുന്നത് യൂട്രസിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഹോർമോൺസ് എങ്ങനെയാണ് മെസ്സേജ് കൈമാറുന്നത്, ഈ ഓരോ പ്രാവശ്യം ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം എന്തെല്ലാം ചേഞ്ചസ് ആണ് യൂട്രൈൻ ക്യാവിറ്റിയിലും ഓവറിയിലും ഒക്കെ സംഭവിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. നെക്സ്റ്റ്, ഈ ഹൈപ്പോതാലമസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ നമ്മൾ പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പീരിയഡ്സോടുകൂടിയാണ്. അപ്പോൾ നമുക്കത് അതിൽ കൊണ്ട് എൻഡ് ചെയ്യാം. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണും ഇത് ഓൾറെഡി റിലീസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓവറിയിലുള്ള ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ പേര് തന്നെ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ടു ഗെറ്റ് മച്ചുർ ആകുന്നതിന് വേണ്ടി. ഫോളിക്കിൾ കാണുന്ന ഈ യൂട്രസ് കാണുന്ന ഈ ചെറിയതാണ്, ഇതാണ് ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക്. മീൻസ് ഒരു ഫ്ലൂയിഡുള്ള സാക്കാണ്. അതിൻ്റെ അകത്തൊരു ഇമ്മച്യൂർ എഗ്ഗുണ്ട്. ഈ എഗ്ഗാണ് മച്ചുറായി വരുന്നത്. അതാണ് ഫെർട്ടിലൈസേഷന് വേണ്ടി മച്ചുറാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇമ്മച്ചുറായിട്ടുള്ള ഫോളിക്കിളിനെ ഈ മീൻസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്ത് അത് മച്ചുറാകാൻ തുടങ്ങുമ്പോൾ ഈ ഫോളിക്കിൾസ് ആണ് എന്താണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഇനീഷ്യലി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മച്ചുറാകാൻ തുടങ്ങുന്ന ആ സമയത്തിന് മുതൽ പറയുന്ന പേരാണ് ഫോളിക്കുലാർ ഫേസ്. വൺസ് സ്റ്റിമുലേറ്റ് ചെയ്ത് മച്ചുറാകുന്നത് വരെയുള്ള സമയമാണ് ഫോളിക്കുലാർ ഫേസ്. ഇതിന് 1 to 14 days ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ചിലപ്പം 1 to 16 വരെ വരും, പക്ഷേ 1 to 14 നമുക്ക് പഠിക്കാം. അടുത്തത് ഫോളിക്കുലർ സ്റ്റിമുലേറ്റ് ആയി, അത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും റിലീസ് ചെയ്തു. ഫസ്റ്റ് ഈസ്ട്രജനാണ്, രണ്ടും ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ഫങ്ഷൻ കൂടുതൽ വരുന്ന ഈസ്ട്രജനാണ്. ഈസ്ട്രജൻ പ്രോലിഫറേറ്റീവ് ഫേസിന് കാരണമാകും. പ്രോലിഫറേറ്റീവ് ഫേസിന് വേണ്ടിയിട്ട്, അതായത് യൂട്രസിലുള്ള ക്യാപ്പിലറി ബെഡിൻ്റെ മച്ചുറാകാനായിട്ട്, അതൊരു ടെമ്പററി ക്യാപ്പിലറി ബെഡാണ്, ടു റിസീവ് ദ ഫെർട്ടിലൈസ്ഡ് എഗ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വന്നു കഴിയുമ്പം എന്ത് ചെയ്യും? ഈ ഈസ്ട്രജൻ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഹൈപ്പോതാലമസിന് വിടും.
ഹൈപ്പോതാലമസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഹൈപ്പോതാലമസിന് വിടുമ്പോൾ എന്തോ ചെയ്യുന്നത്, ഗോണാഡോട്രോപ്പിൻ മോർ റിലീസ് ചെയ്യും. അപ്പോൾ ഈ മോർ റിലീസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഇൻക്രീസ് ആകാൻ വേണ്ടി കിട്ടുന്ന സിഗ്നലിനാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു, ഈസ്ട്രജൻ മാക്സിമം ഉണ്ട്, ഓവറി മീൻസ് ഫോളിക്കിൾ മച്ചുറായെന്നുള്ള സിഗ്നലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഈ ലൂട്ടിനൈസിങ് ഹോർമോണെ കൂടുതൽ സെക്രീറ്റ് ചെയ്യാൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഒരു സർജ്, അതായത് മാക്സിമം പ്രൊഡക്ഷൻ അതിൻ്റെ ആ പവറിൽ വരും. സോ അന്നേരം ഈ ഗ്രാഫിയൻ ഫോളിക്കിളാണ് ഈ കാണുന്നത്, അത് എഗ്ഗിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. എഗ്ഗിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതാണ് ഈ ഓവുലേഷൻ ഫേസിൽ നടക്കുന്നത്. ഓവുലേഷൻ ഫേസ് 14 ഡേയ്സിലാണെന്ന് പറയും. അപ്പോൾ ഓവുലേഷൻ ഫേസിൽ നടക്കുന്നു. ഇനിയിപ്പോൾ എഗ്ഗ് എവിടെയുണ്ട്? ഈ എഗ്ഗ് ഫിംബ്രിയയിലേക്കാണ് മീൻസ് ഇജക്റ്റായി വീഴുന്നത്. അത് ആംബുലയിലേക്ക് സീപ്പ് ചെയ്യും. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ എങ്ങനെയാവും? ഇങ്ങനെ കോർപ്പസ് ലൂട്ടിയമായിട്ട് ക്ലോസ് ആവും. ഇതൊരു ടെമ്പററി ഗ്ലാൻഡ് പ്രസൻറ്റ് ഇൻ ദ യൂട്രസ് ആണ്. അപ്പോൾ ഈ ടെമ്പററി ഗ്ലാൻഡാണ് പിന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും റിലീസ് ചെയ്യുന്നത്. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് ലൂട്ടിയൽ ഫേസിന് മീൻസ് സഹായിക്കുന്നത്. ഈ ലൂട്ടിയൽ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ലൂട്ടിയൽ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ വർക്കിംഗ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഇത് സെക്രീറ്ററി ഫേസിന് കാരണമാവും. അതായത് യൂട്രസിലെ സെക്രീറ്ററി ഫേസ് മീൻസ് സെക്രീഷൻ ഓഫ് ദീസ് ഹോർമോൺ പ്രൊജസ്ട്രോൺ വിൽ സപ്പോർട്ട് ദ സെക്രീഷൻ ഓഫ് ബ്രോത്ത് മീൻസ് ഗ്രോയിങ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം ഈ ഈസ്ട്രജൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന മീൻസ് കാപ്പിലറി ബെഡിന് സപ്ലൈ ചെയ്യും. അതായത് ഒരു എഗ്ഗ് വന്നാൽ, ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് വന്നാൽ അതിന് വളരാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ. അപ്പോൾ ഇതിങ്ങനെ നടക്കുന്നു. 28 ഡേയ്സായി, പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരുമ്പം എന്ത് സംഭവിക്കും? ഈ കോർപ്പസ് ലൂട്ടിയം ഇങ്ങനെ ചെറുതായി അവസാനം ഡീജനറേറ്റ് ആയി പോകും. അതായത് നശിച്ചു പോകും, അതായത് അതില്ലാതാവും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും റിലീസ് ചെയ്യില്ല. അപ്പോൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും റിലീസ് ചെയ്യാതെ വരുമ്പം എന്ത് ചെയ്യും? ഈ ഉണ്ടായ മീൻസ് ഓൾറെഡി ഡെവലപ്പായ കാപ്പിലറി ബെഡും, അതായത് അടുത്തത് സെക്രീറ്ററി ഫേസിലുള്ള ബ്രോത്തും, ഇതെല്ലാം കൂടെ എന്ത് സംഭവിക്കും? പുറത്തേക്ക് പോകും. അതാണ് ഈ മെൻസ്ട്രൽ ഫേസ്. അപ്പോൾ ഇവിടെയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ്? ഈസ്ട്രജൻ ഇല്ല, പ്രൊജസ്ട്രോൺ ഇല്ല. ഇത് വരുമ്പം ഈ ഈസ്ട്രജൻ എന്ത് ചെയ്യും? ഇവിടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈസ്ട്രജൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അയക്കും. അതായത് എല്ലാ ഫങ്ഷനും നിർത്താനുള്ള ഒരു ഫീഡ്ബാക്ക് ഹൈപ്പോതാലമസിനായിരിക്കും. ബോഡിയിലെ എല്ലാ കാര്യങ്ങളും ഫീഡ്ബാക്കാണ്. നമ്മൾ റെസ്പിറേറ്ററിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തെല്ലാം കെമിക്കൽ റിസപ്റ്റേഴ്സ്, റെസ്പിറേഷൻ, ഈ ഹോർമോണും ഫീഡ്ബാക്കും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെയാണ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് അടയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഹൈപ്പോതാലമസിന് കാര്യങ്ങൾ മനസ്സിലാവും. വീണ്ടും ഈ സ്റ്റേജ് ഇനീഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹൈപ്പോതാലമസ് എന്നാ ചെയ്യും? ഇതിനെ പയ്യെ കുറേശ്ശെ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആദ്യമില്ല. അതുകൊണ്ടാണ് യൂട്രസിൻ്റെ അകത്ത് എല്ലാ ടെമ്പററി ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചറും പുറത്തേക്ക് പോകുന്നത്. യൂട്രസിന് നിലനിൽക്കണമെങ്കിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആണ് വേണ്ടത്. ബാക്കി ഹോർമോൺസൊക്കെ അതിന് പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ്. സോ വീണ്ടും പുതിയ ഒരു സ്റ്റേജ് മീൻസ് ഇനിഷ്യേറ്റ് ചെയ്യും. അതായത് പുതിയ ഒരു ഫോളിക്കിളിനെ മച്ചുറാക്കണം അടുത്ത ഓവുലേഷന് വേണ്ടി. കാരണം ഈ ഓവുലേഷൻ സക്സസ് ആയില്ല എന്നുള്ള മെസ്സേജാണ് ഈസ്ട്രജൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗൊണാഡോട്രോപ്പിൻ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദെൻ അവിടുന്ന് ഈസ്ട്രജൻ, ദെൻ ലൂട്ടിനൈസിങ് ഹോർമോൺ ഓവുലേഷൻ വരുന്നു. ദെൻ ലൂട്ടിയൽ ഫേസിൽ ഈ 2 ഹോർമോൺസും ഉണ്ട്. ദെൻ ഓവുലേഷൻ്റെ ഈസ്ട്രജൻ പ്രോളിഫറേറ്റീവ് ഫേസിന് കാരണമാകുന്നു, പ്രൊജസ്ട്രോൺ സെക്രീറ്ററി ഫേസിന് കാരണമാകുന്നു. പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഇത് എല്ലാം പുറത്തേക്ക് പോകുന്നു. ഇതിനാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. വീണ്ടും ഈ സാധനം റീസ്റ്റാർട്ട് ചെയ്ത് വരും. ഇതാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രാഫ് എല്ലായിടത്തും നമ്മൾ എങ്ങനെ അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഇതിൻ്റെ അകത്ത് 2 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫോളിക്കുലാർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, അവിടെയാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മെൻസ്ട്രൽ ഫേസൊക്കെ യൂട്രസിൻ്റെ അകത്തുള്ള കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കി പോവാണ്.
ഫോളിക്കുലാർ ഫേസ് 1 to 14 days ആണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്രീൻ കളറുള്ളതാണ് ഫസ്റ്റ് ആക്ഷൻ. എന്തിനാണ്? ഫോളിക്കൽ. ഈ ഹൈപ്പോതാലമസ് ഔട്ട്സൈഡിലാണ്, അത് ഇങ്ങോട്ട് നേരിട്ടൊരു ഇതില്ല, മെസ്സേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ്, ഈ പിറ്റ്യൂട്ടറി ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഒന്നും ഈ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് മാക്സിമം ഉണ്ട്. ഇത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന കോർപ്പസ് ലൂട്ടിയം ഫോളിക്കിൾ വളർന്ന് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഒപ്പം 15 to 20 ഫോളിക്കിൾ വളർന്ന് വരുന്നുണ്ട്. അങ്ങനെ വളർന്ന് ഇവിടം വരെ എത്തും. അതായത് ഓവുലേഷന് തൊട്ട് മുമ്പ് വരെ 15 to 20 ഫോളിക്കിൾ മീൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതായത് മച്ചുർ ആകുന്നുണ്ട് ഓവറിയിൽ. അത് കഴിഞ്ഞിട്ട് ഈ 14 ഡേയ്സിന് മുമ്പ്, അതായത് ഒരു 10 ദിവസം ഒക്കെ ആകുമ്പം ഇതാണ്, ഇത് കണ്ടോ, ഈ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്നിട്ട് അങ്ങ് ഡിപ്പാകുകയാണ്. അതായത് 10 days ഒക്കെ ആകുമ്പോൾ 10, 11, 12 ആ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അങ്ങ് ഡ്രോപ്പ് ആകും. ഇവിടെ ഡ്രോപ്പ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ഫോളിക്കിളിനും മച്ചുറാൻ സാധിക്കില്ല, കാരണം ഇത് സ്റ്റിമുലേറ്റിംഗ് ഇല്ലല്ലോ. അപ്പം ബാക്കിയുള്ള എല്ലാ ഫോളിക്കിൾസും എങ്ങനെയാണ്? റപ്ചറായി പോകും, ഡിസ്ട്രോയ് ആയി പോകും. ഒറ്റ ഒരെണ്ണം മാത്രം വരും. ഇവിടെയൊക്കെ ഉണ്ട്, ഒറ്റ ഒരെണ്ണം മാത്രം വരും. അതിന് പറയുന്ന പേരാണ് ഗ്രാഫെയിൻ ഫോളിക്കിൾ. നമുക്ക് അറിയാവുന്നതാണ് ഗ്രാഫെയിൻ ഫോളിക്കിൾ. ഇതാണ് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ഇതാണ് എഗ്. സോ അപ്പം നമ്മൾ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ പഠിച്ചു. ഇവിടെ വന്ന് അത് ബാക്കി ഗ്രാഫെയിൻ ഫോളിക്കെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വലിയ ഫങ്ഷൻ ഇല്ല. ദ സെയിം ടൈം ഫസ്റ്റ് ഫോളിക്കൽ സ്റ്റിമുലേറ്റ് ആകുന്ന ആ സമയത്ത് തന്നെ ഈ നീല കളർ പ്രൊജസ്ട്രോണും ഉണ്ട്. പിന്നെ എന്താണ്? ഈസ്ട്രജനും ഉണ്ട്. ഈസ്ട്രജൻ്റെ കളർ എന്താണ്? യെല്ലോ. ഈസ്ട്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രൊജസ്ട്രോൺ ഇവിടെ ഒരു ഫംഗ്ഷനും ഇല്ല, അത് ബേസ് ലൈനായിട്ട് നിൽക്കുകയാണ് ഓവുലേഷൻ വരെ. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ എന്താണ് ചെയ്യുന്നത്? ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് വന്നു, അപ്പോൾ ഈസ്ട്രജൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈസ്ട്രജൻ ഇങ്ങനെ പയ്യെ ആകാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് കണ്ടോ, ഈസ്ട്രജൻ കൂടുന്നതനുസരിച്ച് ഇവിടെ ഇത് യൂട്രസിൻ്റെ ലൈനിങ് ആണ്. യൂട്രസ് ലൈനിങ്ങിന് തിക്നെസ് കൂടി വരുന്നുണ്ട്. യൂട്രസ് എവിടെ മീൻസ് ഈസ്ട്രജൻ കൂടുന്നതനുസരിച്ചാണ് യൂട്രസിന് തിക്നെസ് കൂടി വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? ഒരു 14 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ അതിൻ്റെ മാക്സിമം ലെവലിലെത്തും. ഈ മാക്സിമം ലെവലിലെത്തുമ്പം ഈസ്ട്രജന് മനസ്സിലാവും ഇനി മാക്സിമം ലെവലിൽ എത്തേണ്ട ആവശ്യമില്ല, കാരണം ഫോളിക്കിൾ ഓൾറെഡി മച്ചുറാകുമ്പം ഈ ഈസ്ട്രജൻ ഹൈപ്പോതാലമസിന് ഒരു മെസ്സേജ് വിടും. അതായത് സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് എന്താണ്? ലൂട്ടിനസിങ് ഹോർമോൺ. ഈ ലൂട്ടിനസിങ് ഹോർമോൺ ഒരു മൈൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായി ഒരു സിഗ്നൽ കൊടുക്കും. അങ്ങനെ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇവിടെ വന്നുവെച്ചാൽ എങ്ങനെയാണ്? പെട്ടെന്നാണ് കിടുന്നത്. ഇതിനാണ് സർജ് എന്ന് പറയുന്നത്. മാക്സിമത്തിലേക്ക് ഫാസ്റ്റ് എത്തുന്നു. ഇത് എത്തുന്നത് കൊണ്ട് ഈ ഗ്രാഫെയിൻ ഫോളിക്കിൾ എന്ത് ചെയ്യും? റപ്ചറായിട്ട് പുറത്തേക്ക് വരും, ഈ എഗ്ഗ് പുറത്ത് വരും. ഇതാണ് എഗ്ഗ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നത്? ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പെട്ടെന്ന് മീൻസ് ലൂട്ടിനൈസിങ് ഹോർമോൺ പെട്ടെന്ന് താഴേക്ക് പോയി. ഇനി അതിൻ്റെ ഫംഗ്ഷൻ അവിടെ ഇല്ല. പിന്നെ ഈ ഫോളിക്കൽ ലൂട്ടിനൈസിങ് ഹോർമോൺ യാതൊരു ഫംഗ്ഷനും ഇല്ല, ഇവിടെ ഇങ്ങനെ പോകുവാണ്. അപ്പോൾ ഈ MD ആയിട്ട് ഇതാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം പിന്നെ പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യും. പ്രൊജസ്ട്രോൺ അതിൻ്റെ മാക്സിമം വരും, ഈസ്ട്രജൻ ഒരു മിനിമം ലെവലിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഗ്രോത്ത് അത് അതിൻ്റെ ന്യൂട്രിയൻസ് കൊടുക്കും, ഈസ്ട്രജൻ അല്ലാതെ തന്നെ പോളിഫറേറ്റ് ചെയ്യും. അങ്ങനെ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇതിൻ്റെ മാക്സിമം തിക്നെസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ഇവിടെ വരുമ്പോൾ കുറഞ്ഞാണ് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ താഴെ കുറഞ്ഞു വരുന്നത്? കാരണം ഇനി ഒറ്റ ഫോളിക്കിൾ അവിടെ സ്റ്റിമുലേറ്റ് ആവണ്ട, മച്ചുറാകാൻ ട്രൈ ചെയ്യേണ്ട, അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ കുറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ 28 ഡേയ്സ് ആകാറായി. ചിലർക്ക് ഡേറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഫെർട്ടിലൈസേഷൻ അവിടെ നടന്നിട്ടില്ല. ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് വാട്ട് വിൽ ഹാപ്പൻ? ഈ കോർപ്പസ് ലൂട്ടിയം ഒന്നും അല്ലാതെ ഇങ്ങനെ ഇല്ലാതാവുമ്പം കോർപ്പസ് ലൂട്ടിയമാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആഫ്റ്റർ ഓവുലേഷനെ റിലീസ് ചെയ്യുന്നത്. ബിഫോർ ഓവുലേഷനിൽ ഈ ഫോളിക്കിളാണ്. അപ്പം ഈസ്ട്രജനും കുറയും, അതുകൊണ്ട് ഈസ്ട്രജനും കുറഞ്ഞു, പ്രൊജസ്ട്രോണും കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഇവിടെ സൈക്കിളാണ്, കുറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നിലനിൽക്കാൻ സാധിക്കത്തില്ല, ഇത് പുറത്തേക്ക് പോകും. ഇതിനാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ മെൻസ്ട്രേഷൻ കഴിഞ്ഞു, യൂട്രസ് അതിൻ്റെ സാധാരണ ലെവലിൽ വന്നു. അപ്പം എന്ത് ചെയ്യും? ഈ ഈസ്ട്രജൻ അതാണ് സിഗ്നലിംഗ് ഹോർമോണാണ്. ഈസ്ട്രജൻ വീണ്ടും ഹൈപ്പോതാലമസിനെ സിഗ്നൽ ചെയ്യും.
അപ്പോൾ വീണ്ടും അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇത് ആക്ച്വലി ഈസിയാണ്, നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇത് നന്നായിട്ട് ഈസിയാണ്. ആകെപ്പാടെ ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ, ഫോളിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടൈനിങ് ഹോർമോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഈ 5 ഹോർമോണാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫെർട്ടിലൈസേഷൻ അടുത്ത ഇതാണ്. ഫെർട്ടിലൈസേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറെ അതിൻ്റെ കുറച്ചുകൂടിയൊക്കെ വ്യത്യാസങ്ങളും ഹോർമോൺ റിലീസ് ചെയ്യുന്നതിനൊക്കെ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പം ഫെർട്ടിലൈസേഷൻ ഈ ക്ലാസ്സിലില്ല, അത് വേറൊരു ക്ലാസ്സിലെടുക്കാം.